നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് മോർണിംഗ് ലൈവാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മളുടേതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. 1 ഇയറായിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് F&O, കൊമ്മോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഈ ചാർട്ടിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുക. ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടുതൽ നിഫ്റ്റിയുടെ വ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് ടൈം മാർക്കറ്റും കൂടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും കോളോ ടിപ്പോ ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. സാഹചര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കി സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ നാളെ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ കുറച്ച് ക്രൈറ്റീരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടി നേരിട്ട് വിളിക്കുക. പിന്നെ ഒരു കാര്യം, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ മാത്രം നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക. ഒരു എൻക്വയറിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട. കാരണം നിങ്ങൾ എന്നോട് എൻക്വയറിക്ക് വേണ്ടി വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഐ ബട്ടണിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും, ഐ ബട്ടണിൽ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം. എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം, അപ്പോൾ ഒരുവിധം ഡൗട്ടൊക്കെ നിങ്ങളുടെ ക്ലാരിഫൈ ആവും. എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോവാം. കഴിഞ്ഞ 2 ദിവസം നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ഇന്നലെ ഒരു ലോങ് ഡ്രൈവിൻ്റെ വ്യൂ ആയിരുന്നു. 50 പോയിൻ്റ് സിയിൽ കിട്ടിയിട്ടുണ്ട്. പിയിൽ 70 പോയിൻ്റോളം മൂവ് ആയിട്ടുണ്ട്. നമ്മളത് കോൺസെൻട്രേഷൻ ചെയ്തില്ല. അപ്പോൾ ഇന്നും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലോങ് ഡ്രൈവ് ആണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം ചറവറ എൻട്രി നമ്മൾ എടുക്കാതെ 50 മിനിറ്റ്സ് വെച്ചിട്ട് മാത്രം ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് പുതിയൊരു ശൈലി കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് എടുക്കുക, മാറുക. നമ്മൾ കൂടുതൽ നേരം മാർക്കറ്റിലിരുന്ന് നമ്മളുടെ ആരോഗ്യം, നമ്മുടെ ശരീരം കളയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് കിട്ടിയാലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അതിനെ തിരിച്ചു പിടിക്കണം എന്നുള്ള റിവഞ്ച് ട്രേഡിലേക്കൊന്നും പോകാതിരിക്കുക. 10 ദിവസവും 15 ദിവസം ലോസ് ആണെങ്കിലും ബാക്കി 5 ദിവസം മതി നമുക്ക് പ്രോഫിറ്റ് ആവാൻ എന്നുള്ള കാര്യം കൂടെ ഓർത്തുകൊണ്ട് നമുക്ക് ലൈവിലേക്ക് പോവാം. ഇന്ന് 85 പോയിൻ്റാണ് നിഫ്റ്റിയിൽ ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൗൺ സൈഡിലേക്കാണെന്ന് ഇന്നലെ, ഡൗൺ സൈഡ് തന്നെയാണ്, ഒരു അപ്പ് സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല എന്ന് ഇന്നലെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന. ഇന്ന് ഇപ്പോൾ ഇലക്ഷനൊക്കെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മാനിപ്പുലേഷൻ നടക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്ന് നമ്മൾ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട. ഇന്ന് ഒരു സിംഗിൾ ലോട്ട് 1000 റുപ്പീസ് ഈ പറഞ്ഞ പോലെ പോകാനുള്ള ഉദ്ദേശത്തിൽ 2 ലോട്ട് സിയും ബിയും വൈകിട്ട് വരെ എടുത്ത് ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ 100-300 പോയിൻ്റോ ഒക്കെ ചിലപ്പോൾ കിട്ടാനുള്ള ലോട്ടറി ചാൻസസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ചിലപ്പോൾ കൺസോൾട്ടേഷൻ ആയിരിക്കാം. എല്ലാം നമ്മൾ ചിന്തിക്കണമല്ലോ. നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് 22,412 22,412 -85 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 22,327. 22,327 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 22,348 ഉണ്ട്. ഇതിൻ്റെ ഒരു ഹൈ 22,337. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ 22,327. ഓക്കെ, അപ്പോൾ 22,327, 22,313 ഈ ഭാഗം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ്. അതായത് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഇത് ഡൗൺ ആയാൽ മാർക്കറ്റ് 22,313 സപ്പോർട്ട് എടുക്കും. ആ സപ്പോർട്ട് വളരെ സ്ട്രോങ് ആണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറും. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ചെയ്ത് താഴത്തോട്ട് തന്നെ പോകും. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്.
ആ ക്യാൻഡിൽ ഇന്ന് പെർഫോമൻസ് ചെയ്യാൻ പോകുന്ന ഒരു ബോക്സ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലായിരിക്കും. ഈ ബോക്സിൽ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ നോക്കി നല്ല രീതിയിൽ വലിയ വലിയ മൂവ്മെൻറ്റുകൾ വന്ന ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. അതായത് ഹൈ വോളിയം മൂവ്മെൻറ്റ് നടന്ന സ്ഥലത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ അകത്ത് അപ്പ് ആൻഡ് ഡൗൺ വളരെ ശക്തിയായിട്ടുണ്ടാവാം. അതിനുശേഷമായിരിക്കും ഒരു ബ്രേക്കൗട്ട്. അപ്പോൾ ഈ ഒരു ഡൗൺ ബ്രേക്കൗട്ട് വന്നാൽ 22,283 കിട്ടും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 10 പോയിന്റിന് മേളിലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 10 പോയിന്റിലിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ എക്സ്പയറി ആയത് കാരണം ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. $22,000. ലോട്ടറി കോള് പ്രതീക്ഷിച്ച് പറഞ്ഞ കേട്ടോ. നമ്മളത് നോക്കിയെന്നേ ഉള്ളൂ. സിയിൽ ഇത് 22,400 സ്ട്രൈക്ക് എടുക്കാം. പിയിൽ 22,400 സ്ട്രൈക്ക് തന്നെ എടുക്കാം. അഞ്ഞൂറും വലിയ തരക്കേടില്ലാത്തതാണ്. ഈ 44 ഇപ്പോൾ പിയുടെ ആ ഒരു സ്ട്രൈക്ക് നിൽക്കുന്നത്. ആ സ്ട്രൈക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് 60-ന് മുകളിലേക്കാണ്. ഒരു മൂവ്മെൻറ്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അത് 80 വരെ പോകാം. അതായത് നമുക്ക് ന്യൂട്രൽ ഓപ്പണിലാണ് ഇത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 38-35 സ്റ്റോപ്പ് ലോസ് വലിയ പ്രശ്നങ്ങളില്ല. നമ്മുടെ ടാർഗറ്റ് 60, 80, 105 അവിടെ നിന്നും പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 170, 185 വരെ പോകും.
നമുക്ക് ഡബിൾ ചാർട്ടും കൂടെ എടുത്തിടാം. അതൊന്ന് എടുത്തിട്ടില്ല. സീല് 400. നിലവിൽ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 105 വരെ പോകും കേട്ടോ. 90 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90, ഈ ഒരു ഓപ്പൺ ക്യാനിൽ 90, 97 നല്ല സമയമുണ്ട്. ഓ, 428 ഷിഫ്റ്റായി. 22,300 സി നോക്കാം കേട്ടോ. 22,300 സി ആണ് ബെറ്റർ. പിയിൽ 90 പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ 85, ഒരു 87 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90 പിയുടെ മൂവ്മെൻറ്റ്. 22,400 പി. ഈ ക്യാൻഡിൽ 85 മുകളിൽ സ്റ്റേബിളായിട്ട് നിൽക്കണം. 85 മുകളിൽ നിന്നാൽ 90, 102, 115 പിയുടെ മൂവ്മെൻറ്റ്. തൊണ്ണൂറ് വരെ എന്തായാലും പോകണം. അത് 5 മിനിറ്റിൻ്റെ ആണ്. ഞാൻ ആ 2 മിനിറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യട്ടെ. RSI ആ പീക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് താൽക്കാലികമായിട്ട്. പ്രീവിയസ് ക്യാൻഡിൽ ഹൈ 92.75 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 95 മുതൽ 105 വരെ സിയിൽ പ്രതീക്ഷിക്കാം. 85 മുതൽ 85 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 90, 102, 115 നമുക്ക് പിയിലും പ്രതീക്ഷിക്കാം. എൺപത്തഞ്ച് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് പിയിൽ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ട് വരെ ഒരു ഇത്തിരി ചടങ്ങായിരിക്കും. 90 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻട്രി പ്രൈസ് തന്നെ ഇട്ടിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കൺസോൾട്ടേഷൻ വന്നാൽ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് DK നല്ല രീതിയിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിലവിൽ 2 മിനിറ്റിൻ്റെ RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്.
91 വരെ അവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അഗെയിൻ 91 ബ്രേക്ക് ചെയ്താൽ 102 115 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം RSI പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. തൊണ്ണൂറ്റി അഞ്ചിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഒറ്റയടിക്കൊന്നും നമ്മൾ പോകും എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻസ് ഉണ്ടായിട്ടേ പോകത്തുള്ളൂ. കാരണം നല്ല രീതിയിലുള്ളൊരു കൺസോൾട്ടേഷൻ സോണാണ്. 95ലേക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 85ഉം 10ഉം 95 കറക്റ്റ് 95ആണ്. ഒരു അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. 85ന് മേളിലോട്ട് പോയിട്ട് 2-4 മിനിറ്റ് കൊണ്ട് കറക്റ്റ് 95. ഇനി 95 ഒരു 96ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 102ലേക്ക് പോകത്തുള്ളൂ. കാരണം അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഏരിയ നോക്കി കാണാം. ഇന്ന് ഈ പറഞ്ഞ പോലെ കലവില എന്നും പറഞ്ഞിട്ടാണ് കിടക്കണേ. വളരെ ഇതിലുള്ള കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ സോണ് കൂടെ നമ്മളിവിടെ പ്രതീക്ഷിക്കണം. ഇനി ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ 95 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 100ലേക്ക് പോകും. നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ 102ലേക്കാണ്. എന്നെ സംബന്ധിച്ച് ഓൾറെഡി 10 പോയിൻറ്റ്സ് ആണ്. ഇനി 95 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റേ പ്രതീക്ഷിക്കുന്നുള്ളൂ. 95 അഗെയിൻ ബ്രേക്ക് ചെയ്താൽ 102ലേക്ക് അവിടെ കൺസോൾട്ടേഷൻ ആയിരിക്കും. കാരണം ഇവിടെ RSI അനുകൂലമായിട്ടാണ്, പീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് അങ്ങനെ ഒരു ഡിസിഷനിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം 2 സ്റ്റെപ്പായിട്ട് പോകുന്നതിൻ്റെ റീസൺ ഇവിടെയൊക്കെ ആകെ അൽക്കുലത്തായിട്ട് കിടക്കുവാണ്. അപ്പോൾ ആ സ്വഭാവം ഇവിടെയും കാണിക്കാതിരിക്കാൻ തരമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ RSI ഇവിടെ കൺവേർട്ട് ആവുന്ന സ്ഥിതിക്ക് മാക്സിമം പോയാൽ 102 അവിടെ കൺസോൾട്ടേഷൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ സിയിലേക്ക് മാർക്കറ്റ് കൺവേർട്ട് ആവും. 95 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 102ലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ 85 മുതൽ 95 വരെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 97 മുതൽ 102 വരെയുള്ള ഒരു 5 പോയിൻറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല. കാരണം 10 പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ മാറി നിൽക്കുകയാണ്. കറക്റ്റ് 85 to 105 95 10 പോയിൻ്റ് എടുത്തിട്ട് വെറുതെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കിട്ടിയ 10 പോയിൻ്റ് നമുക്ക് കളയാനായിട്ട് താല്പര്യമില്ല. കാരണം ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, 90 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 121ലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു പിൻബാർ പോലെ വന്നിട്ടുണ്ട്. ഇന്നലത്തെ സെയിം സെനാരിയോ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇന്നലെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ടാണ് ഒരു 10-30 പോയിന്റ് മേളിലോട്ട് മൂവ് ചെയ്തത്. വോളിയം നോക്കുമ്പോൾ പീക്കാണ് ഏറ്റവും കൂടുതൽ വോളിയം. RSI ഒരു ബ്രേക്ക് ഔട്ട് സോണിലേക്ക് വരുന്നുണ്ട്. ഒരു 97 ബ്രേക്ക് ചെയ്താൽ 95 ബ്രേക്ക് ചെയ്ത് 97 കൂടെ ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അത് 109 വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എൻ്റെ ആദ്യത്തെ ഒരു ടാർഗറ്റ് ഇനിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് 109 വരെ ഹോൾഡ് ചെയ്യാനാണ് പരിപാടി. 95 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ
മാക്സിമം പോകാനുള്ളൊരു ഏരിയ, നമുക്കൊരു സേഫായിട്ടുള്ള ഒരു സോൺ ടാർഗറ്റ് എന്ന് പറയുന്നത് 109 ആണ്. ഇനി 95 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ വോളിയത്തിലായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് കേട്ടോ. എന്നുവെച്ചാൽ വലിയ ഗ്രീൻ ക്യാൻഡിലൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് 95 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിയിൽ കാരണം RSI സ്റ്റിൽ ബ്രേക്ക്ഔട്ട് സ്റ്റേജിൽ നിൽക്കുകയാണ്, ക്രോസ് ഓവർ ആയിട്ടില്ല. അതുവരെ പിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കണ്ണ്. അത് 2-3 ട്രേഡ് എടുത്തിട്ടാണെങ്കിലും മാക്സിമം പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. ആ താഴത്തോട്ട് കണ്ടത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിട്ട് വരും. നമ്മളെ സംബന്ധിച്ച് നോക്കിക്കുക, അപ്പോൾ അത് 85ലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് കയറി കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവും എപ്പോഴും. ആ താഴത്തോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വന്നതാണ്. പോരത്തിന് മഞ്ഞ ലൈൻ താഴെയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സ്ഥിതി? എവിടെ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോവാം? 92 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് 107ലേക്കും സെക്കൻഡ് സ്റ്റെപ്പ് 116ലേക്കും, അത്രേ ഉള്ളൂ. തൊണ്ണൂറ് 92 ബ്രേക്ക് ചെയ്യണം. ഇപ്പം 90ൽ എൻട്രി എടുത്തിട്ട് 93 ആയാലും 90 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. നമുക്ക് വെയിറ്റ് ചെയ്തിട്ടൊക്കെ എൻട്രി എടുത്താൽ മതി. ധൃതി പിടിക്കേണ്ട കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വന്നുകൂടായികയല്ല എന്ന് ദൈവം നമ്പുരാന് തന്നെ അറിയാം. കാരണം താഴത്ത് 80-77 സപ്പോർട്ടിങ് സോണാണ്. അപ്പോൾ അത് സപ്പോർട്ടിങ് സോണിലേക്ക് ചെയ്യുമ്പോൾ ഇത് 90 ബ്രേക്ക് ചെയ്ത് എത്രത്തോളം പോകുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഹൈ വോളിയത്തോടു കൂടി ആയിരിക്കും മാർക്കറ്റിൽ ഇനി മൂവ്മെൻറ്റ് വരാൻ പോകുന്നത്. എൺപത്തി 89 ബ്രേക്ക് ചെയ്താൽ എൻട്രി പോസിബിൾ ആണ്. അത് 95ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 89 സ്റ്റോപ്പ് ലോസ് എൻട്രി എടുത്ത പോയിന്റ് തന്നെ സ്റ്റോപ്പ് ലോസ് ആക്കി ഇടേണ്ടി വരും. കാരണം സേഫായിട്ട് ഈ ഒരു ബോക്സിന് പുറത്തായാൽ മാത്രമാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെയും ഈ 90-70 എന്നുള്ള ബോക്സിന് 20 പോയിൻറ്റിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് പിൻബാറായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും പിയിലൊരു മൂവ്മെൻറ്റ് കിട്ടിയേക്കാം. $89 ബ്രേക്ക് ചെയ്ത് പോകണം. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഹൈ എങ്കിലും ബ്രേക്ക് ചെയ്ത് പോകണം. $77.80 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 77 കൂടെ ഒരു സപ്പോർട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ 64ലേക്ക് പോരും. അത് 64ലേക്ക് പോന്നാൽ 90 to 114 സി മൂവ് ചെയ്യും. RSI ഇങ്ങനെ തിരിയുന്നുണ്ട്, സിയിലേക്ക് കൺവേർട്ട് ആവാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സോണാണ് ഈ ഒരു 77 എന്നുള്ളത്. അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഫാൾ ആവുന്നത്. നല്ല ഫസ്റ്റ് ടൈം നല്ല വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്താൽ
ലെങ്തി ക്യാൻഡിൽ സിംഗിൾ ക്യാൻഡിൽ തന്നെ 64ലേക്ക് വരും. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. എഗെയിൻ 77.89 എന്നുള്ള ഈ സപ്പോർട്ടും കൂടെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെയുള്ള ഹെഡ്ജിങ്, ഇവിടെ എൻട്രി എടുക്കാം 76, 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടാം. 82 എൻട്രി എടുക്കാം. അപ്പം 5 പോയിന്റ് എന്ന് പറയുമ്പോൾ 79, ഇവിടെ 70 വരും സ്റ്റോപ്പ് ലോസ്. അത് ഇത്തിരി ലെങ്തിയാണ്, പാടാം. അല്ലെങ്കിൽ ഈ ക്യാൻഡിലിന് താഴെ 75, 10 പോയിന്റ് വരും സ്റ്റോപ്പ് ലോസ്. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ 85 ബ്രേക്ക് ചെയ്താൽ പി വീണ്ടും മൂവ് ചെയ്യും. കാരണം ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ ക്യാൻഡിൽ ക്ലോസ് ആയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് സപ്പോർട്ടാണോ ബ്രേക്ക് ഔട്ടാണോ എന്നുള്ളത്. ഈ ക്യാൻഡിലിൻ്റെ രീതി അറിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് 65ലേക്ക് ഫാൾ ആവണം, അല്ലെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് 109ലേക്ക് പോകണം. ഇവിടെ സിയിലേക്കുള്ള ഒരു ഡൈവർജൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 90 ബ്രേക്ക് ചെയ്താൽ 109ലേക്ക് ഉള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ഇവിടെ 75 ബ്രേക്ക് ചെയ്ത് സാധനം താഴത്തോട്ട് ഫാളും ആവും. പിന്നെ സേഫ് സോൺ എന്ന് പറയുന്നത് എബോവ് 90 എബോവ് ആണ്. പിയിലാണെങ്കിലും 90 എബോവ് ആണെങ്കിലും സിയിലാണെങ്കിലും സേഫ് സോൺ. അതായത് 82 നിന്ന് 109 വരെ, 82, 92, 102, 27 പോയിന്റ്, 27 അല്ലേ, 85ഉം 10ഉം 95, 20 പോയിന്റ് ഓൾമോസ്റ്റ് ഇവിടെ കിട്ടും. ഇത് മേളോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഒരു 76 വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഒറ്റടിക്കാണ് സാധനം മേളിലോട്ട് പോയത്. അവിടം വരെ പോയാൽ പോരാ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ 3 ക്യാൻഡിലാണ് ഇവിടം വരെ എത്തിയത്. അത് 138 വരെ എത്തുകയുണ്ടായി. സെയിം മെത്തേഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായതാ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇവിടെ രണ്ടും 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും 20 പോയിന്റ് കിട്ടിയാലും 15 പോയിന്റ് കിട്ടും. അതെന്തുകൊണ്ടാണ് ഇവിടം വരെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, അത് വളരെ സിമ്പിളാണ് അറിയാനായിട്ട്. ഈ ക്യാൻഡിലിൻ്റെ ടിപ്പിൽ വന്ന് ഇടിച്ചത് കൊണ്ടാണ്. ഇവിടെ നിന്നും പോയാൽ പോരാ, ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതാണ് സാധനം. RSI തിരിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ റിജക്ഷൻ ഏരിയ, ഇവിടുത്തെ റിജക്ഷൻ ഏരിയ പൊക്കോട്ടെ. ഒരു 160 വരെ പോയാൽ നമുക്ക് സന്തോഷം.
കാരണം ഇങ്ങനെ ഒരു വിക്ക് വന്നിട്ട് 3 ക്യാൻഡിൽ കൊണ്ട് എത്തുമെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ സിംഗിൾ ക്യാൻഡിൽ കണ്ട് തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് 110. ഇരുപത്തിനാല് പോയിന്റാണ് ഓൾറെഡി മൂവ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ഈ ഒരു എം പാറ്റേണിൻ്റെ ഫില്ലിങ്ങിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ അതും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് 140, അവിടെയും ബ്രേക്ക് ചെയ്ത് പോയാൽ എവിടം വരെ വരാം? 160 ബ്രേക്ക് ചെയ്താൽ 190. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ 10 പോയിന്റോ 20 പോയിന്റോ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി വൈകുന്നേരം വരെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു 108 ആ ഒരു ഭാഗത്തൊക്കെ ലോക്ക് ചെയ്തിട്ടാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. പതിനഞ്ച് മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 115 കൺസോൾട്ടേഷൻ സോണാണ്. 119 നിൽക്കുന്നത്. കയറി പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവിടെ റിജക്ഷൻ വരുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. 135 റിജക്ഷൻ ഏരിയ ആണ്. പിൻബാറാണ്. RSI ക്രോസ് ഓവറാണ്. പോസിറ്റീവ് സൈനാണ്. നല്ല മൂവ് കിട്ടിയാൽ 150, 187, 210 വരെയൊക്കെ മാർക്കറ്റ് പോകും. ഈ ഗ്യാപ്പ് ഫില്ലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിലാണ്. അറ്റ്ലീസ്റ്റ് ഒരു മൂവും കൂടെ കിട്ടിയാലും ഒരു 132 വരെയൊക്കെ മാർക്കറ്റ് വന്നേക്കാം. കാരണം ഈ ഒരു ടിപ്പ്, സെക്കൻഡ് ടിപ്പ്, തേർഡ് ടിപ്പ്, അതിൽ ഏതിലാണ് റിജക്ഷൻ ആവുമോ അപ്സൈഡായി പോവുമോ എന്നുള്ള കാര്യം മാത്രം ഇനി നോക്കിയാൽ മതി. അഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലോവിലേക്കൊക്കെ മാർക്കറ്റ് വന്ന് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. യെല്ലോ ലൈൻ മുകളിലാണ്, 165 നിൽക്കുന്നത്. എന്തായാലും അവിടെ കിടക്കട്ടെ മാർക്കറ്റ്. 115 കൺസോൾട്ടേഷൻ സോണാണ്. ചിലപ്പോൾ ഇവിടെ ഒരു 3-4 ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്തിട്ടായിരിക്കും ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. അപ്പം അത് ആദ്യത്തെ റിജക്ഷൻ 130 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷനാണ്. 22, അതേപോലെ തന്നെ 23 ആ ഏരിയയിലെ റിജക്ഷനാണ് 130. നിലവിലെ ക്യാൻഡിലിൻ്റെ ഹൈ പോയിരിക്കുന്നത് 128 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അപ്പോൾ അത് പോയാലും ചിലപ്പോൾ ഒരു 129.7 129.1020 ലെവലിലൊക്കെ പോയി നിന്നിട്ട് നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും മാർക്കറ്റ് അപ്സൈഡ് കണ്ടിന്യൂ ചെയ്യണോ അതോ തിരിച്ച് റിവേഴ്സ് ആവണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന അടുത്തൊരു 4 ക്യാൻഡിലിൽ നമുക്കറിയാനായിട്ട് സാധിക്കും. 130 ബ്രേക്ക് ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ 150, 145, 150, 185 നോക്കിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 90 ബ്രേക്ക് ചെയ്താൽ എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട്? നമ്മൾ 85 ആദ്യം പറഞ്ഞത്. പക്ഷെ അത് 90 ബ്രേക്ക് ചെയ്തിട്ട് എടുത്താലും ഇപ്പം നിൽക്കുന്നത് 124, -90. 34 പോയിന്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിലൊരു 15 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരുന്നാൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. 129.35, ഞാൻ 129.20 പറഞ്ഞത്. 129.35 വരെ പോയിട്ടുണ്ട്. 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും. ഈവൻ ഒരു 10-20 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ശൈലി. അതങ്ങ് വിട്ടേക്കുക, ലോങ് ഡ്രൈവിന് വേണ്ടിയിട്ട് അങ്ങ് വിട്ടേക്കുക. അത് പോകണമെങ്കിൽ എത്രത്തോളം പോകും അത്രത്തോളം പോട്ടെ, അത് എത്രത്തോളം പോകാം. ഇവിടെ ഗ്രീൻ ലൈൻ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്താൽ ഈ ഭാഗത്തേക്കായിരിക്കും. ഫ്യൂച്ചറിൽ
ക്രോസ് ഓവറാണ് വന്ന് നിൽക്കുന്നത്. 22,400 420 ഒരു സപ്പോർട്ടിങ് ഫാക്ടറാണ്. പിന്നെ 22,450 യെല്ലോ ലൈൻ പൊക്കത്താണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അവിടെ നിൽക്കട്ടെ. 129 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എടുക്കാമല്ലോ. $129.20 നമ്മൾ പറഞ്ഞത്. പക്ഷേ 129.35 വരെ വന്നിട്ടുണ്ട്. ഇനി അതിനകത്തൊരു എൻട്രി പോസിബിൾ ആവുന്നത് 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? 130 125 കിടക്കണം. ഇപ്പോൾ നേരത്തെ 130 125 ഷിഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ടോ? ഇനി ഒരു തവണ 130 ബ്രേക്ക് ചെയ്താൽ 150 150 പിന്നെ ബ്രേക്ക് ചെയ്താൽ 185 RSI ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രഗിൾ ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 129.20 129 നമ്മൾ പരിപാടി പര്യവസാനിപ്പിച്ചത്. 85 തൊട്ട് എത്ര തൊട്ടാണ് കിട്ടിയേ? 87 തൊട്ടാണെന്ന് തോന്നുന്നു. 87 മൈനസ് 129 42 പോയിന്റ്. കാരണം ഇവിടെ 130 എന്നുള്ള റെസിസ്റ്റൻസ് നിൽക്കുന്നത് കാരണം അവിടെ നിന്ന് എന്തായാലും മുതിർന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇളയവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന പോലെ തന്നെ അവിടെയും ബഹുമാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ച് താഴത്തോട്ട് പോരുമോ തിരിച്ച് മുകളിലോട്ടാണോ പോണേന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്ര വലിയ ഉറപ്പില്ല. കാരണം സ്റ്റിൽ RSI താഴെ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്താ 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴത്തോട്ട് ട്രെയിൽ ചെയ്യുന്ന 10-20 പോയിന്റ് ആ 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ പോരെ? 10-20 പോയിന്റ് താഴത്തേക്ക് ട്രെയിൽ ചെയ്യണത് നല്ലത്. 130 ബ്രേക്ക് ചെയ്താൽ പിന്നെ 150 നോക്കിയാൽ മതി. എത്ര വരെ വന്ന്? കറക്റ്റ് 130.30 വരെ മാർക്കറ്റ് വന്ന് ട്രിഗർ ആയിട്ടുണ്ട്. ഇനി അതങ്ങ് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ 1 മിനിറ്റ് കൂടെ ഉണ്ട്. 134 വരെ പോയിട്ടുണ്ട്. അതങ്ങ് ട്രെയിൽ ചെയ്ത് അങ്ങ് നെക്സ്റ്റ് ക്യാൻഡിലെ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് അടുത്ത ഡയറക്ഷൻ. കയറ്റി വെച്ച് ട്രെയിൽ ചെയ്യേണ്ടവർക്ക് ട്രെയിൽ ചെയ്യാം. നെക്സ്റ്റ് ക്യാൻഡിൽ ആദ്യത്തെ മൂവ്മെന്റ് എങ്ങോട്ടാണെന്ന് നോക്കണം. എന്നിട്ട് എടുത്തു വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 129 ഞാൻ ഇറങ്ങി. ഇനി കുറച്ചും കൂടെ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും എടുക്കാം. 150 കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എത്ര സമയമായാവോ? 38 മിനിറ്റ്. വീഡിയോ പോസ് ചെയ്യാം. ഇനി 150 എത്തുവാണെങ്കിൽ മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 140 ഒരു റിജക്ഷൻ കിടപ്പുണ്ട്. അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ആ ക്യാൻഡിൽ 120 സപ്പോർട്ട് എടുക്കണം. 114 താഴത്തേക്ക് വരാൻ പാടില്ല. 120 സപ്പോർട്ട് എടുത്താൽ 140 അടുത്ത മൂവ്മെന്റ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നലത്തെ സെയിം സിനാരിയോ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണം. നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ അപ്പ് ബ്രേക്ക് ചെയ്തിട്ട് 140 മൂവ് ചെയ്യണം. 140 ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. പ്രീവിയസ് ആയിട്ട് എന്നു മുതലുള്ള റെസിസ്റ്റൻ്റ് ആണ്. 140 22-ാം തീയതി മുതലുള്ള റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ 140 കൺസോൾട്ടേഷൻ സോണാണ്. ഒരു വൈറ്റ് ലൈൻ അവിടെ അഡ്വാൻസ് ആയിട്ട് ഫോം ആയിട്ടുണ്ട് 140 എന്നുള്ളത്. അവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് തീർക്കുമോ അതിനുശേഷം തിരിച്ച് താഴത്തോട്ട് ഇറങ്ങി നമുക്ക് കാത്തിരുന്ന് കാണാം. $130 $137 137.90 എന്ത് 140 പോകാൻ 140 ചെന്നിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണം ഇനി കുറച്ച് നേരത്തേക്ക്.
അപ്പോൾ 140 സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് SMA 163 നിൽക്കുന്നത്. താഴത്തേക്ക് വന്നിട്ട് സ്ട്രഗിൾ ആവണം. ഇന്നലെ ചെയ്ത പോലെ തന്നെ ട്രെയിൽ ചെയ്ത് പോയാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ഈ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്ത്. ഒരു ബ്രേക്കൗട്ട് അടുത്ത ബ്രേക്കൗട്ടിൽ നിന്ന് കയറി 148 ആയിട്ടുണ്ട്. 138. 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ 187 മൂവ് ചെയ്യണം. 148 വരെ പോയിട്ടുണ്ട്. 139. നല്ലൊരു സ്റ്റോപ്പ് ലോസിൽ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 150 അടുത്ത സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഇവിടെ 2 മിനിറ്റിലൊരു ക്രോസ് ഓവർ ആകുമ്പോഴാണ് നമ്മൾ പൊതുവെ എക്സിറ്റ് ചെയ്യാറ്. അത് റെഡിലേക്ക് കയറുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഇവിടുന്ന് ഡൗൺ ആയിട്ട് താഴത്തോട്ട് പോരാം. അല്ലാന്നുണ്ടെങ്കിൽ 150 ബ്രേക്ക് ചെയ്ത് 187, 210 ഒക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിലവിലെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് പോരും. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് 150 ബ്രേക്ക് ചെയ്താൽ 187 മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് 80-85 എന്നുള്ള എൻട്രിയാണ്. എവിടെയാ? ഇവിടെ ഈ ഒരു സ്ഥലത്ത് 85 ബ്രേക്ക് ചെയ്ത മാർക്കറ്റാണ് നമ്മൾ ഏകദേശം ഒരു 139 വരെയൊക്കെ, ഇപ്പോൾ 140 വരെയൊക്കെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആർത്തിയാണ് എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള റീസൺ. ഇവിടെ ക്രോസ് ഓവർ വന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 85 ബ്രേക്ക് ചെയ്തപ്പോഴുള്ള എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ട്രെയിൽ ചെയ്തിടുന്ന വല്ല 122 125 ഒക്കെ ട്രെയിൽ ചെയ്ത് വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ 2 മിനിറ്റിൽ ആദ്യത്തെ ക്രോസ് ഓവർ ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസ് ഓവർ മാർക്കറ്റ് താഴത്തോട്ട് പോരുമോ ബ്രേക്ക് ചെയ്യുമോ, നേരെ 5 മിനിറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു ബ്രേക്കൗട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 113 വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം സേഫായിട്ട്. 10 പോയിൻ്റ് ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 10 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ഒരാളിന് എത്ര പോയിൻ്റ് കിട്ടി? ഞാൻ 112 13 ട്രെയിൽ ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ചോ. 85 മൈനസ് 113 28 പോയിൻ്റ് എനിക്ക് പ്രോഫിറ്റാണ്. 10 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ആൾക്ക് 28 പോയിൻ്റ് കിട്ടിയില്ലേ? 118, ഒരു 22 പോയിൻറ്റിൻ്റെ വ്യത്യാസം കൂടെ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പറഞ്ഞതാണ് ഈ ഗ്യാപ്പ് ഫില്ലിങ് എത്രയാണ് 138 ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നമ്മൾ രാവിലെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ആ 138 കറക്റ്റായിട്ട് നമുക്ക് ഇറങ്ങാം, എന്നിട്ട് ഹാപ്പി ആയിട്ട് മാറിയിരിക്കാം. ആ 138 ഇറങ്ങുമ്പോൾ എത്ര കിട്ടും? 85 വേണ്ട 90 കൂട്ടാം. സേഫായിട്ട് നമ്മൾ 90 പറഞ്ഞേ. 138 48 പോയിൻ്റ്. ഇന്നലെ 54 പോയിൻ്റ്, ഇന്ന് 48 പോയിൻ്റ് ഈസി ആയിട്ടാണ് കിട്ടിയത്. പിന്നെ നമ്മൾ 10 പോയിൻ്റ് ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ട് ഇന്നലത്തെ സെയിം മെത്തേഡ് 10 പോയിൻ്റ് ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ട് വെച്ചാലും 43 നിന്ന് 10 പോയിൻ്റ് പോയാൽ 33 പോയിൻ്റാണ്. എന്നിട്ട് ഇത് എവിടെ ട്രെയിൽ ചെയ്യാം? 117 117 115 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അവിടെ ഇരിക്കുക. 15 ഒരു 18-20 പോയിൻറ്റിൻ്റെ ആ ഒരു ഫില്ല് കിടപ്പുണ്ട്. അത് ഒന്നെങ്കിൽ ഈ ഭാഗത്ത് ഇറങ്ങുക, ഇല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രെയിൽ ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവരുന്നതിന് പകരം 150 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 185 പോകുന്നത്. ഇതിൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? 148 വരെ പോയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് 138 ആയിരുന്നു. 138 140, നമ്മൾ പറഞ്ഞത് 140ആണ്. 148 വരെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ 140 ആണ് ട്രിഗർ പ്രൈസ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എപ്പോഴാണ്? 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 185 മാർക്കറ്റ് മൂവ് ചെയ്യണം. RSI 5 മിനിറ്റിൽ റെഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കർവ് ആയാൽ ഡൗൺ ആവും, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു പോകും. 15 മിനിറ്റ്സിലും എന്തായിട്ടുണ്ട്? 15 മിനിറ്റ്സിൽ 150 160 ആണ് ഒരു ട്രിഗർ പ്രൈസ്.
കൺസോളേഷനാണ് 132. ഇത് ഇവിടെ ഇങ്ങനെ കൺസോളേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഒരു അപ്പ്, ഒന്നെങ്കിൽ ഈ ക്യാൻഡിൽ റെഡ് വരും, അടുത്ത ക്യാൻഡിൽ ഗ്രീൻ വന്നാലും മാർക്കറ്റ് 150 160 ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യണം. എക്സ്പയർ ആയതുകൊണ്ട് നല്ല മൂവൊക്കെ കിട്ടിയേക്കാം, കിട്ടായികയൊന്നും ഇരിക്കത്തില്ല. എന്തായാലും നമുക്ക് സമയം 46 മിനിറ്റായി, നമുക്ക് പോസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ യെല്ലോ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ, അതായത് 1 2 3 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അടുത്ത ദിവസം ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിരിക്കണേ. അപ്പോൾ ഏകദേശം അത്രയും വന്നില്ലെങ്കിലും ഏകദേശം അതേപോലെയുള്ള ഒരു കൺസോൾട്ടേഷൻ ഇവിടെയും കീപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതായത് റെഡ് ക്യാൻഡിലിന് പകരം ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ഈ ഗ്രീന് പകരം എഗെയിൻ ഗ്രീൻ, അപ്പോൾ ഈ റെഡിന് പകരം എഗെയിൻ റെഡ്, അടുത്ത ഗ്രീന് പകരം എഗെയിൻ ഗ്രീൻ വന്നാൽ മാർക്കറ്റ് 150 ആയിരിക്കും, ബ്രേക്ക് 150 ആയിരിക്കും. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വന്ന പോലെ തന്നെ ഒരു 166 മൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണ്. പലതരം പ്ലാനുകൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കൂട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണ്. അപ്പോൾ അതേപോലെയുള്ള സാഹചര്യങ്ങൾ വരാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 122 ഭാഗത്തേക്ക്, ഇപ്പോൾ 10 പോയിൻ്റ് എടുത്ത് ലോക്ക് ചെയ്യുകയാണെങ്കിൽ 122 ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. അതല്ല ഇറങ്ങിയിട്ടുള്ള ആളാണെങ്കിൽ 132 ഇറങ്ങാം. ഇനി കയറാനുള്ള ആളാണെങ്കിൽ ഒരു 150 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 160 മൂവപ്പ് കൊടുക്കാം. ഈ യെല്ലോ ലൈൻ എന്തായാലും ഇത്രയോളം വന്ന സ്ഥിതിക്ക് യെല്ലോ ലൈൻ്റെ ഭാഗത്തേക്ക് എന്തായാലും മുട്ടണം. അപ്പോൾ അതൊരു ട്രിഗർ പ്രൈസ് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഈ 130 എന്നുള്ളത് ഒരു സപ്പോർട്ടിങ് സോണാണ്. അപ്പോൾ 130യുടെ താഴത്ത് എവിടെയെങ്കിലും ഒരു ലോവർ വിക്ക് ഉണ്ടോ, ഒരു 121 122 ട്രെയിൽ ചെയ്ത് അങ്ങ് വെച്ചേക്കുക, എന്നിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുക. 10 പോയിൻ്റ് ആഗ്രഹിച്ച് വരുന്ന ഒരാളുകൾക്ക് ഈ ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്തിട്ട് എത്ര കിട്ടും? 123 ട്രെയിൽ ചെയ്തിട്ടാൽ 23 10 33 10 43, അതേ പോകണം 152. നമ്മൾ പറഞ്ഞ 152 ട്രെയിൽ 160 അടുത്ത ഏരിയ. നമ്മൾ മാക്സിമം പറഞ്ഞേക്കണത് 160 ഏരിയയിലേക്കാണ്. അതേ പോകണം 160. അപ്പോൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ കയറ്റി ഇതിൻ്റെ ലോവിലേക്കോ ഒരു 135 ട്രെയിൽ ചെയ്ത് അവിടെ ഇട്ടേക്കുക. 10 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ട്രെയിൽ ചെയ്ത് അവിടെ ഇട്ടേക്കുക. 10 പോയിന്റ് ട്രെയിൽ ചെയ്തിടുമ്പോൾ എന്തുണ്ടായി? 150 150 ട്രിഗർ പ്രൈസ് ആയില്ലേ? പല രീതിയിലാണ്. ഒന്നെങ്കിൽ ഒരു ട്രിഗർ പ്രൈസിൽ ഇറങ്ങുക, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും എടുക്കുക, അടുത്ത സ്ഥലം ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും എടുക്കുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് 10 പോയിന്റിന് മേലോട്ട് എത്ര കിട്ടിയാലും ബെനിഫിറ്റാണ്. ഇതിനകത്ത് ഫൈനൽ ടാർഗറ്റ് 160 150 അഗെയിൻ ബ്രേക്ക് ചെയ്ത്, അപ്പോൾ അവിടെ ഒരു 150 ട്രിഗർ പ്രൈസ് 150 കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. 152 വരെ പോയിട്ടുണ്ട്. അവിടെ ഇറങ്ങുക. അപ്പോൾ മാർക്കറ്റ് 9 പോയിന്റ് താഴത്താണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? 151 ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് എൻട്രി എടുക്കുക. അതായത് ഇപ്പം നമ്മൾ ട്രെയിൽ ചെയ്തിടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം 135 ആണെങ്കിൽ 150 ഇറങ്ങുക, എന്നിട്ട് പിന്നെ 150 ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഒരു എൻട്രി എടുത്തിട്ട് പിന്നെയും താഴത്തോട്ട് ആ ഇടാൻ ഉദ്ദേശിച്ച സ്റ്റോപ്പ് ലോസ് വീണ്ടും അവിടെ തന്നെ ഇട്ട് വെച്ചേക്കുക. അതാകുമ്പോഴത്തേക്കും മെജോറിറ്റി ഒരു 160 വരെ പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. ഞാൻ അങ്ങനെയാണ് ട്രേഡ് മിക്കവാറും എടുക്കുന്നത്. എല്ലാ ട്രിഗർ പോയിന്റിലും ഇറങ്ങി എടുക്കും. അപ്പോൾ അവിടെ 150 വരെ പോകാമെന്ന് പറഞ്ഞ ട്രിഗർ പോയിന്റ് എത്രയായി? 3 ട്രേഡ് 4 ട്രേഡ് ആണെങ്കിലും കുറച്ച് പോയിന്റുകൾ കൂടുതൽ കിട്ടും. 85 മൈനസ് 150 65 പോയിന്റ്. അതവിടെ ഇറങ്ങണം, അല്ലാതെ നമ്മൾ അത് ഇനിയും കയറുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ റെസിസ്റ്റൻസിൽ ഇറങ്ങുക, അത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അടുത്ത എൻട്രി എടുക്കുക, അത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അടുത്ത എൻട്രി എടുക്കുക. ഇല്ലെങ്കിൽ ആർത്തി ഇല്ലാത്ത ആളാണെങ്കിൽ 10 പോയിന്റിൽ അല്ലെങ്കിൽ 130 ആ ഭാഗത്ത് 129 122 ഭാഗത്ത് ലോക്ക് ചെയ്തിടുക. ഇവിടെ ഉണ്ട് 124 എന്ന് പറഞ്ഞ ലെവലുണ്ട്. അപ്പോൾ ഒരു ബഫറിങ് സോൺ കൂടി ഇട്ടിട്ട് 122 ലോക്ക് ചെയ്തിടുക. അപ്പോൾ ഓൾറെഡി 25 പോയിന്റ് പോയല്ലോ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ തീർന്നു. അത് വരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? 2 മിനിറ്റിലേക്ക് മാറ്റുക.
സ്റ്റിൽ RSI അപ്പർ സൈഡ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. $150 വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു വളരെ ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള റെസിസ്റ്റൻ്റ് ആണ് 150. ഇനി 150 ബ്രേക്ക് ചെയ്താൽ 185 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ 150 ഇറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. RSI സ്റ്റിൽ 2 മിനിറ്റ് അപ്പർ സൈഡാണ് പോണത്. 5 മിനിറ്റിൽ നമ്മളിവിടെ പറഞ്ഞ ആ ബ്രേക്കൗട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 5 മിനിറ്റ് നോക്കുമ്പോൾ ക്രോസ് ഓവർ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളതൊരു സെനാരിയോ. 2 മിനിറ്റിലാണെങ്കിൽ അടുത്ത ക്രോസ് ഓവർ കിട്ടി താഴത്തോട്ട് ഒരു 45 ഡിഗ്രി ചരിവ് വരുമ്പോൾ എവിടെയാണോ അവിടെ ഇറങ്ങാം. അത് സെക്കൻഡ് സെനാരിയോ. 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 160 വരെ പോകാനുള്ള തേർഡ് സെനാരിയോ. കാരണം എന്താ, 15 മിനിറ്റ്സിൽ ഓൾറെഡി യെല്ലോ ലൈൻ അവിടെ നിൽപ്പുണ്ട്. എവിടെയാ, 160.63 യെല്ലോ ലൈൻ നിൽപ്പുണ്ട്. 160 ഒരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ഏരിയ നിൽപ്പുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ 155 എഗെയിൻ ട്രെയിൽ ചെയ്ത് നിൽപ്പുണ്ട്. 155 160 ട്രെയിലായിട്ടുണ്ട്. പിന്നെ എക്സ്പയറി ഡേ ആണ്, നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ട്രെയിൽ ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. എത്രയാ, 117. രണ്ടാമത് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് 125. ഇനി 150 ബ്രേക്ക് ചെയ്ത് 160 പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 134 ട്രെയിൽ ചെയ്ത് വെക്കാം. RSI സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ രാവിലെ പറഞ്ഞതാണ് 10 പോയിന്റ് കിട്ടിയിട്ട് ലോക്ക് ചെയ്ത് അങ്ങ് ഇട്ടേക്ക്, പോണത്രോളം പോട്ടെ. $157. കാരണം നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ആണ് പറഞ്ഞേച്ചാൽ, ഈ ഒരു റെഡ് ക്യാൻഡിൽ അതേപോലത്തെ വോളിയുള്ള ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സെനാരിയോ വെച്ച് നോക്കിയാലും ഈ പറഞ്ഞ പോലെ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സിൽ മുട്ടി കാണണമല്ലോ മഞ്ഞ ലൈൻ, കണ്ടോ? ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ 162 മുട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് കുറച്ചും കൂടെ പോയിട്ട് 185 ഇറങ്ങാം. വലിയ വർഷങ്ങളൊന്നും വരില്ല, കൺസോൾട്ടേഷൻ സോണാണ്. 175 185 എന്ന് പറയുമ്പോൾ നമ്മൾ 50 രൂപയുടെ സ്ട്രൈക്ക് എടുത്തിട്ട് 2 പോയിന്റ് 3 പോയിന്റ് മൂവ് ചെയ്യുന്ന അതേ ലാഘവേ ഉള്ളൂ ഈ 177 185 വരെ പോകാനായിട്ട്. അത് നമ്മൾ ചെറിയ സ്ട്രൈക്ക് എടുക്കുമ്പോൾ 3 പോയിന്റ് മൂവ് ചെയ്യാനായിട്ട് വലിയ പാടില്ല. അതേ സെനാരിയോ ഉള്ളൂ ഹൈ പ്രൈസിൽ എടുക്കുമ്പോഴത്തേക്കും 185 പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നും റൈഡ് ചെയ്തു, കാരണം RSI അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ആ സാഹചര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് 183 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ 85 തൊട്ട് 185 വരെ എങ്ങനെയാണ് ഒരു 100 പോയിന്റ് റൈഡ് ചെയ്യണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ രാവിലെ തീരുമാനിച്ചതാണ്. എടുത്തു കഴിഞ്ഞാൽ 10 പോയിന്റിൽ ലോക്ക് ചെയ്തിടാം, അവിടെ കിടക്കട്ടെ, എവിടം വരെ പോകും അവിടം വരെ പോകും. മാക്സിമം പോയി കഴിഞ്ഞാൽ 210 വരെ. $22,480.
186 ആണ്. ഓൾറെഡി നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ വൈൻഡപ്പായി. നമ്മൾ സ്വസ്ഥമായിട്ട് ഇറങ്ങുകയാണ് 185-ൽ. എന്തായാലും മാർക്കറ്റ് അത്രയും മതി. 85 to 185 100 പോയിൻ്റാണ് റൈഡ് ചെയ്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാസത്തിൽ 4 തവണ ഇങ്ങനത്തെ ഒരു ഫോക്കസ് എനിക്കുള്ളതാണ്. കാരണം ഇന്ന് 1400 പോയിൻറ്റിൻ്റെ ഒരു നമ്മൾ സാധാരണ കണക്ക് കൂട്ടുന്ന ഒരു ഇതുണ്ട് 1400 പോയിൻറ്റ്. ആ 1400 പോയിൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ 100 പോയിൻറ്റ് റൈഡ് ഉണ്ടാവും. 10 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ടോ 10 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ടോ എന്ന് ഞാൻ ആവുന്നത് പറഞ്ഞതാ. ലൈവിലുണ്ടായിരുന്ന ആൾക്കാർ അത് കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ സിംഗിൾ ലോട്ടിൽ 5000 രൂപ വരെ ഈസി ആയിട്ട് കിട്ടിയേനെ. എനിവേ ഇത് ഇനിയും മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 210 വരെയൊക്കെ പോകും. മാർക്കറ്റ് ഇനി എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ. നമ്മളുടേതായിട്ടുള്ള മാസത്തിൽ 4 ഡ്രൈവ് 100 പോയിൻറ്റ് ഞാൻ പറയാറുണ്ട് എപ്പോഴും. എൻ്റെ ഫോക്കസ് ആ 100 പോയിൻ്റാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ്. 10 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് പിന്നെ ഉള്ളത് കയറ്റി എടുക്കും. എൻ്റെ പ്രോഫിറ്റ് എപ്പോഴും 10 പോയിന്റ് ലോക്ക്ഡ് ആയിരിക്കും, അതിന് താഴത്തോട്ട് പോകത്തില്ല. പിന്നെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ കയറി 100 പോയിന്റ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ പരിപാടിയും വൈൻഡപ്പ് ചെയ്യും, സകല പരിപാടിയും തീർക്കും. ഇനി നമ്മൾ ചാർട്ടിനെ ദ്രോഹിക്കുന്നത് ശരിയല്ല. നമുക്ക് ആവശ്യമുള്ളത് ചാർട്ട് തന്നിട്ടുണ്ട്. ഇനിയും പോയി കഴിഞ്ഞാൽ 175 എത്ര വരെയൊക്കെ പോവാം, 210. അടുത്ത ഒരു മൂവ്മെൻറ്റ് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 210 വരെ പോവാം. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി, അപ്പോൾ പലരും കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഈ റൈഡിങ് എന്ന് പറഞ്ഞാൽ നടക്കുമോ? റൈഡിങ് നടക്കും. എന്താ നടക്കായി? അതിന് പ്രത്യേകം പ്ലാൻ ചെയ്യണം, ടെൻഷൻ ഇല്ലാതിരിക്കണം, അതിന് ചില ക്രൈറ്റീരിയസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു 100 പോയിന്റ് റൈഡ് ചെയ്യാം എന്നുള്ളത് ഇന്നും കാണിച്ചിട്ടുണ്ട്. ഇന്നലെ 54 പോയിന്റ് സീല് റൈഡ് ചെയ്തു. പക്ഷേ പീല് നമുക്ക് ആ എക്സിറ്റ് എടുത്തിട്ട് ഒരു റീ എൻട്രി എടുത്തായിരുന്നെങ്കിൽ 70 പോയിന്റ് അവിടെയും കിട്ടിയേനെ. അപ്പോൾ ഇന്നും മാർക്കറ്റ് 10:30 100 പോയിന്റ് അടുത്ത് റൈഡ് ചെയ്തു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ചാർട്ടിനെ പറ്റി പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. അതേപോലെ ഞാൻ ഇങ്ങനെയാണ് ലൈവിൽ വ്യൂ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള വ്യൂ മനസ്സിലാക്കി എടുക്കാനും വിൽക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. മാർക്കറ്റ് ഇനിയും പൊക്കോട്ടെ, പോകണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമുക്കുള്ളത് ദൈവം തന്നിട്ടുണ്ട്, അത് 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എവിടെ നിന്നായിരുന്നു നമ്മളുടെ വ്യൂ? ആ 85 ലൈനൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. 85 ഇവിടുത്തെ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്താണ് നമ്മൾ എടുത്തത്. അപ്പോൾ 192 വരെ പോയിട്ടുണ്ട്. നമ്മൾ 210 മാക്സിമം. ഓക്കെ, 197, 201, കുറച്ചുകൂടെ പോട്ടെ, 208. ഓക്കെ, 208, 210 വരെ പോയിട്ടുണ്ട്. ഒരു സ്മോൾ ട്രേഡറെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം. എനിവേ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ഡേ ആയതിൽ വളരെ സന്തോഷം. നല്ല എക്സ്പയറി ഡേ ആയിരുന്നു. ഫൈനൽ ടാർഗറ്റ് 208.95 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.